ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ ആരാണ് വല്ലാതെ മിസ് ചെയ്യുന്നത്, നിങ്ങളറിയാതെ അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ നിങ്ങളെ ആരാണ് മിസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ ചാനലിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും ഇൻക്ലൂഡ് ചെയ്യില്ല. എന്താണോ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് അത് മാത്രം ഞാൻ നിങ്ങളിലേക്ക് കൺവേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്പ്രെഡ് എടുത്ത് നോക്കാം. ഹൂ ഈസ് മിസ്സിങ് യു ഇൻ സൈലൻസ്? Who is missing you in silence? Universe, please give me the correct answer for my audience. Who is missing you in silence? നിങ്ങളെ ആരാണ് സൈലൻ്റായി മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആർക്കാണ് നിങ്ങളെക്കുറിച്ചുള്ള നഷ്ടബോധമുള്ളത്? Who is missing you in silence? സോ ഏറ്റവും നല്ല ഒരു റീഡിംഗ് കിട്ടാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സ് കാമാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്കൊരു കറക്റ്റ് റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുക. ടാരോ ഇസ് എ ഗൈഡൻസ്. ഒരിക്കലും നിങ്ങൾക്ക് റെസണേറ്റ് ആവാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ടാരോ ഇസ് ഓൾവേസ് എ ഗൈഡൻസ്. ടാരോ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് പഠിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തൊരു വ്യക്തിയാണ്. എന്താണോ യൂണിവേഴ്സ് എനിക്ക് തരുന്ന മെസ്സേജ് അത് മാത്രം ഞാൻ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് കുറച്ച് തവണ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് നോർമലായി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിംഗ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ തന്നെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഞാനൊരു 7 കാർഡ് സ്പ്രെഡ് എടുത്തോട്ടെ. ഞാനിപ്പോൾ ഒരു 7 കാർഡ് സ്പ്രെഡ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഏതാണെന്ന് നോക്കാം. സോ ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്, അത് ആരാണെന്ന് അറിയാനുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ്. നിങ്ങൾക്ക് അവരുമായിട്ടുള്ള പാസ്റ്റ് കണക്ഷൻ എന്താണ്? നിങ്ങൾക്ക് അവരുമായിട്ടുള്ള പാസ്റ്റ് കണക്ഷൻ എന്താണ്? അവർക്കിപ്പോൾ നിങ്ങളോട് തോന്നുന്നത് എന്താണ്? അവർക്കിപ്പോൾ നിങ്ങളോട് തോന്നുന്ന ഇമോഷൻ എന്താണ്? എന്തുകൊണ്ടാണ് അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? ഇപ്പോൾ അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? അവർ നിങ്ങളെ ഉടനെ തന്നെ ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ്? യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ്? സെമേജോ ആക്കാനാ? സോ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. സോ ഈ ഒരു പേഴ്സൺ വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നത് ഒരു ലേഡി ആവാം, ചിലപ്പോൾ നിങ്ങളുടെ അമ്മയാവാം, അല്ലെങ്കിൽ മാതൃത്വം നിങ്ങളോട് കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ഒരു ഫിമെയിൽ എനർജി ആയിരിക്കാം ഇത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവരുടെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഇത് സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അവർ പുറമേ നോക്കുമ്പോൾ വളരെ ബോൾഡായിട്ടുള്ള, ആരെയും അധികം ഡിപ്പെൻഡ് ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത, സ്വന്തം കാര്യങ്ങളിൽ സ്വയം ചെയ്യുന്നതിനോട് പ്രൗഡായിട്ടൊക്കെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ മിസ് ചെയ്യുന്ന ആ ഒരു വ്യക്തി. ഓക്കെ, പക്ഷേ അവരുടെ ഉള്ളിൽ അവർ നിങ്ങളുമായിട്ടുള്ള കുറച്ച് ഇമോഷൻസ് കണക്റ്റഡ് ആണ്. അവർ പുറമേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞാലും അവർക്ക് നിങ്ങളോട് ചില ഇമോഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളെ അവർക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പ്രസൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണിത്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രസൻസ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ഇൻസ്പയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ഫിമൈൻ എനർജി ആയിരിക്കും. അമ്മ, സഹോദരി, മൂത്ത സഹോദരി ആയിരിക്കാം,
അങ്ങനെ ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം. പക്ഷേ നിങ്ങളെ ഒരു എല്ലാ കാര്യങ്ങളിലും ഒന്ന് ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇത്. നിങ്ങൾ തമ്മിൽ പെട്ടെന്നൊരു മാനസികമായിട്ടുള്ള ഒരു അന്തരം ഉണ്ടായിട്ടുണ്ട്. ഒരു താൽക്കാലികമായ ഒരു ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾക്കിടയിൽ. മേ ബി നിങ്ങൾ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടോ മറ്റൊരു സ്ഥലത്തായിരിക്കാം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായം ഇല്ലാത്ത ചില കാരണങ്ങളാൽ മേ ബി അതൊന്ന് നിൽക്കുമായിരിക്കും. അത് നിങ്ങളുടെ ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം. ഈ പറയുന്ന ഒരു വ്യക്തിക്ക് വളരെയധികം പോസിറ്റീവ് എനർജി, അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മെൻ്റൽ സ്ട്രെങ്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ തമ്മിലുള്ള ഒരു പാസ്റ്റ് കണക്ഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഗീവ് ആൻഡ് ടേക്ക് ആ ഒരു എനർജിയാണുള്ളത്. അതായത് ഒരു എന്താ പറയുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സഹായിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു കെയറും സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ബാലൻസ് കുറവായിരുന്നു. അതായത് ഇതിൽ ഒരാളായിരിക്കും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുക. ഒരാൾ നല്ലതുപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും, മറ്റേ ആൾക്ക് അത്രയും എഫേർട്ട് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ബാലൻസ് ഇല്ല. ഓക്കെ, നിങ്ങളെ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഇമോഷണലി അല്ലെങ്കിൽ എന്താ പറയുക ഫൈനാൻഷ്യലി ഒക്കെ സഹായിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ഗൈഡൻസ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു രീതി അങ്ങനെയായിരുന്നു. ഓക്കെ, ഇനി അവർക്ക് നിങ്ങളോടിപ്പോൾ എന്താണ് തോന്നുന്നത്? ആക്ച്വലി ആ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കൊണ്ട് നല്ലപോലെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് നല്ലപോലെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ മൂവ്മെൻറ്റ് നിങ്ങളിലേക്ക് വരാൻ ഭയങ്കര താമസമുണ്ട്. അതായത് അവർക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവരിപ്പോഴും ആലോചനയിലാണ്. ഞാൻ പോകണോ അതോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെയൊരു ചിന്തയിലാണുള്ളത്. എസ്പെഷ്യലി ഇവർ രാത്രികാലങ്ങളിലൊക്കെ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മേ ബി നിങ്ങളെങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയായിരിക്കും റിപ്ലൈ കൊടുക്കാൻ പോകുന്നത്, ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അവരിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ആയിരിക്കും മേ ബി ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സ് അവരോട് പറയുന്നത് മുന്നോട്ട് പോവുക, ഈ ഒരു റിലേഷൻഷിപ്പ് വേണം, ഇത് തുടരണം എന്നൊക്കെ തന്നെയാണെങ്കിലും അവരുടെ ആക്ഷൻ അത് എടുക്കാനായിട്ട് റെഡി ആവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ ചിന്തകളിൽ നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അവർ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് മുന്നോട്ട് വരാൻ റെഡി ആയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് അവരിപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? അവരിപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് മേ ബി അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കാം. ഓക്കെ, അവരുടെ കരിയറിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് അവരിപ്പോൾ ഫോക്കസ്ഡ് ആയിരിക്കാം. അവർക്കിപ്പോൾ ഉള്ള സമാധാനത്തെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അതായത് നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് അവരുടെ ഈഗോ ഹേർട്ട് ആകുമോ, ഇപ്പോഴുള്ള സമാധാനം നഷ്ടപ്പെടുമോ എന്ന് അവർ പേടിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ആക്ച്വലി അവർ സൈലൻ്റ്ലി, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു റീയൂണിയൻ തന്നെയാണ്. നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ വേണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൽ അവരിപ്പോൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മുമ്പേ നോക്കിയപ്പോഴും അതായത് അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, തിരിച്ചു വരണം എന്നുണ്ട്. പക്ഷേ അവർ ആക്ഷൻ എടുക്കാൻ റെഡിയാവുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനും. അവർക്ക് പല കാര്യങ്ങൾ അവർ എൻഗേജ്ഡ് ആവുന്നുണ്ട്. മേ ബി ഈ ഒരു കാര്യത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പല കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുന്നത്. പല റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ടായിരിക്കും. അവർ റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ അത് തന്നെ തുടരുന്നതാണ് സേഫ്, അല്ലെങ്കിൽ അതാണ് അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ മുന്നോട്ട് വരാത്തത്. ഓക്കെ, ഇനി ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതായത് ഈ ഒരു വ്യക്തി
മാനസികമായിട്ട് മനസ്സിൽ ഒരു 100 കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടി വന്ന് എല്ലാം തുറന്നു പറയണം എന്നൊക്കെയാണ് അവർ ആക്ച്വലി ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കാരണം അവരുടെ മനസ്സിൽ പല പല ചിന്തകളാണുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ മുന്നോട്ട് പോയാലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് പറന്നു വരണം എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം അവർ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്തും ഒക്കെ ഒത്തിരി അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവർക്കുണ്ടാവുന്ന മാറ്റങ്ങൾ ഒക്കെ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവരിനി ഉടനെ തന്നെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ സൈനാണിത് കേട്ടോ. അതായത് ഈ ഒരു വ്യക്തി ലോങ് ടേമിൽ, അതായത് ഇനി ഒരിക്കലും നിങ്ങൾ ഇട്ടിട്ട് പോവില്ല എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. ഒരു റീയൂണിയൻ നടക്കാനായിട്ട്, അതായത് നിങ്ങളുടെ ഫാമിലി ഇപ്പോഴും ഒരു എനർജി എനിക്ക് കണക്ട് ആവുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരോ ഒരാളുമായിട്ട് നിങ്ങൾക്ക് ഒരു അകൽച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ പോലെ തന്നെ, നിങ്ങളുടെ കുടുംബം പോലെ തന്നെ കണ്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ ഫാമിലി ആകും, നിങ്ങളുടെ ഭാര്യയാവും അല്ലെങ്കിൽ ഭർത്താവാകും എന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അവർ തിരിച്ചു വരാനുള്ള എല്ലാ ചാൻസുകളും ഇവിടെയുണ്ട്. ഓക്കെ, അതായത് ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരുപാട് വർഷം നിങ്ങളുടെ കൂടെ തുടരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. മേ ബി ഒരു മാരേജിലേക്ക് ഈ ഒരു കാര്യം പോവാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾ രണ്ടുപേരും സീരിയസ് റിലേഷൻഷിപ്പിലല്ല എന്ന് വിചാരിക്കുക, പക്ഷെ ഒരു വളരെ സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകും, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി, ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഇവിടെ ഉണ്ടാവും. ഓക്കെ, ആൻഡ് നിങ്ങളെ അവർ കാണുന്നത് ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഫാമിലി ഉണ്ടാക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന് സമയമെടുത്തേക്കാം, പക്ഷേ അവർ തിരിച്ചു വരുന്ന സമയത്ത് അത് ഒരുപാട് ഒരു സീരിയസ് ആയിട്ടുള്ള അവരുടെ ഒരുപാട് അവർ ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷമായിരിക്കും അവർ തിരിച്ചു വരുന്നത്. അതൊരിക്കലും പിന്നീട് നിങ്ങളെ വിട്ടു പോകാനും ആയിരിക്കില്ല. ഓക്കെ, അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ സ്നേഹം മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏജും മെച്യൂരിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എത്ര വയസ്സുള്ള ആളുകളാണ് എന്ന് വിചാരിച്ചാലും അവർക്ക് മെച്യൂരിറ്റി മെൻ്റലി വരേണ്ട ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ ഒരു സൈലൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, അവർ നിങ്ങൾ തിരിച്ചു വരുന്നില്ല എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവർ വരണം എന്നൊക്കെ. പക്ഷേ ഇതൊന്നിൻ്റെ ഒരു അവസാനമല്ല. അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ മെൻ്റലി അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർമനൻ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരാനുള്ളൊരു കാര്യം തന്നെയായിരിക്കും ഇത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. എന്താണ് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ഒരു മേജർ അർക്കാന കാർഡാണ്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ വന്നതിന് ഒരു കാർമിക് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ബോണ്ടാണ് ഇവിടെ ഉള്ളത്. ഇതൊരു ജസ്റ്റ് ഒരു അട്രാക്ഷൻ അല്ല, നിങ്ങൾ പരസ്പരം ഉള്ളത് ജസ്റ്റ് ഒരു അട്രാക്ഷൻ അല്ല, ഇതൊരു ഡിവൈൻ ലെസൺ ആണ്. സ്നേഹത്തെക്കുറിച്ചുള്ളൊരു എന്താ പറയുക ദൈവികമായ പാഠമായിരിക്കാം. നിങ്ങൾ ക്ഷമ പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ മെച്യൂരിറ്റി നേരിടേണ്ട ഒരു അവസ്ഥയായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും, ഈ ഒരു രണ്ട് ആളുകളും ഇമോഷണലി നിങ്ങൾ മെച്യൂർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റീയൂണിയൻ, ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ രണ്ടുപേരും അകന്ന് നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും ഇൻഡിവിജ്വലി ബെറ്റർ ആയിട്ടുള്ള വേർഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രണ്ടുപേരും ഇൻഡിവിജ്വലി ബെറ്റർ വേർഷൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഉടനെ തന്നെ യൂണിവേഴ്സ് ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ വിശ്വസിക്കണം. യൂണിവേഴ്സിൻ്റെ ഒരു ഡിവൈൻ ടൈമിങ്, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണോ ഈക്വലി ഒരുമിച്ച് നിൽക്കാനുള്ള അവസരം, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് എത്തുന്നത്, ആ ഒരു സമയത്ത് അതൊരു ഡിവൈൻ ടൈമിംഗ് ആയിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുമിച്ചാവുക തന്നെ ചെയ്യും. അത് ആർക്കും തടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഓക്കെ, സോ ഈ ഒരു ബോണ്ടെന്ന് പറയുന്നത് നിങ്ങളെ വേറൊരു സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളൊരു ബോണ്ടാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കാർമിക് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത്. നിങ്ങളുടെ ഈ ബന്ധം എന്നേക്കായി അവസാനിക്കുന്ന ഒരു ബന്ധമല്ല, ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും.
ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ എനർജി ആ ഒരു വ്യക്തി ഓരോ ദിവസവും ഫീൽ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ അവരുടെ സോൾ നിങ്ങളെപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങളതിൻ്റെ പുറകെ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആ ഒരു സമയത്ത് എല്ലാം തന്നെ റെഡിയായി വരും. ഇതൊരു ഡിവൈൻ പ്രിപ്പറേഷനാണ്, ദൈവികമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. അതിൽ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.